ഓക്കെ, നമുക്കിന്നത്തെ അനാലിസിലേക്ക് വരാം. ഇന്ന് നല്ലൊരു എക്സ്പയറി ഡേ തന്നെയായിരുന്നു. ഈ ഒരു പാനിക് സിറ്റുവേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിച്ചതാണ്. ബിക്കോസ് നമ്മുടെ സെബിയുടെ ഗൈഡ് ലൈൻസൊക്കെ വന്നതിന് ശേഷം നല്ലൊരു ഫോള് എല്ലാ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഇൻഡെക്സ് ലെവൽസ് തന്നെ നോക്കിയിട്ട് കണ്ടോ, നമ്മളുടെ ഈ ക്രോസിംഗ് ലെവൽസ് നമ്മളുടെ ബോൾ ലൈൻസിനുള്ളിൽ വരുന്നത് തന്നെ അന്നൊരു വൺ ഡയറക്ഷണൽ മൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ കൂടുതലാണ്. 95% അങ്ങനെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കണ്ടോ, നമ്മളുടെ ക്രോസിംഗ് ലെവൽസ് ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്യുന്നത്. ഇത് ഒരുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ കണ്ടോ, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരുപോലെ തന്നെയാണ് ഒരേ ടൈമിനാണ് ആ ഒരു ക്രോസിംഗ് ലെവലിലേക്ക് ടച്ച് ചെയ്യുന്നത്. സോ അവിടുന്ന് റിജക്ഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. കണ്ടോ, ഫിനിഫ്റ്റിയുടെ ഫ്യൂച്ചറും ഒക്കെ അതുപോലെ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫിനിഫ്റ്റി സർവീസ് മാത്രം കുറച്ച് നേരം ബോൾ ലൈൻസിനുള്ളിൽ തന്നെ നിന്നുവെങ്കിലും അതും പിന്നീട് ഇടിഞ്ഞു പോന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്ട്രൈക്കിലേക്ക് നോക്കുക. സ്ട്രൈക്കിൽ ഇന്ന് ലെവൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ലെവലിനെ കണ്ടതേ ഇല്ല കേട്ടോ. രാവിലെ ഞാനത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഈ ഒരു ലെവൽ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. നോക്കിക്കോളാം, ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് നമ്മുടെ ഈ തേർഡ് ക്യാൻഡിൽ, അതായത് PEയുടെ തേർഡ് ക്യാൻഡിൽ നോക്കി 2 PE ഗ്രാഫ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. അതിൽ 2 PE ഗ്രാഫും കണ്ട മുകളിലേക്ക് കയറിപ്പോയ PE ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് തിരിച്ച് വന്ന് ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാൻഡിൽ, കൂടുതലും ആ മൂന്നാമത്തെ ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് മുകളിലേക്ക് പോയ PE ഇടിഞ്ഞ് വന്ന് സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്യുന്നു. സോ റിജക്റ്റ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഇവിടെയും കാണിച്ചത്. മുകളിലേക്ക് പോയ PE തിരിച്ച് വന്ന് സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരെണ്ണം കൂടെ കൺഫേംഡ് ആകണം. ഇവിടെ ഒരെണ്ണം കൂടെ കൺഫേംഡ് ആണ്. CE പൊസിഷൻസിൽ ഒരു CE പൊസിഷൻ ഇതുപോലെ താഴേക്ക് ഇടിഞ്ഞു പോയ CE തിരിച്ച് വന്ന് സെക്കൻഡ് ലെവലിനെ ടച്ച് ചെയ്യുന്നുണ്ട്. സോ റിജക്റ്റ് ചെയ്യും. അപ്പോൾ CE ഇടിയുമെന്നും PE കയറുമെന്നും ഈ 3 ഗ്രാഫുകൾ ഒരേപോലെ റെസ്പെക്റ്റ് ചെയ്ത പോയിൻ്റാണ് ഈ മൂന്നാമത്തെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, ആദ്യത്തെ 3 എൻട്രി പോയിൻറ്റുകളിലും നിങ്ങൾ എൻട്രി എടുക്കണ്ട, 3 ക്യാൻഡിൽസിലും നിങ്ങൾ എൻട്രി എടുക്കാതിരിക്കുന്നത് തന്നെയാണ് ബെറ്റർ. ഓക്കെ, അതിനുശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഈ ഒരു 3 ക്യാൻഡിൽസും സാധാരണ ഇങ്ങനെയല്ല റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. നല്ല ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുന്ന ക്യാൻഡിൽസാണ്. പക്ഷേ ഇത് ചെറിയ ക്യാൻഡിലായിട്ടാണ് ഫോം ചെയ്തത്. ആദ്യം കുറച്ച് സമയത്ത് അധികം നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നില്ല. അധികം പേരും ഇന്ന് ട്രേഡിങ്ങിൽ നിന്ന് ഒഴിവായി നിന്ന ഒരു ഡേ തന്നെയാണ്. അതുകൊണ്ട് വലിയ ഫോളും വലിയ ക്യാൻഡിൽസും ഒന്നും ചെയ്യുന്നില്ല. ചെറിയ ക്യാൻഡിൽസാണ് ഫോം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ മൂന്നാമത്തെ ക്യാൻഡിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നിഫ്റ്റി നോക്കിയിട്ട് നമുക്കത് കിട്ടുന്നില്ല. നിഫ്റ്റി നോക്കിയിട്ട് കണ്ടോ, ഇവിടെ മൂന്നാമത്തെ ക്യാൻഡിലൊക്കെ വന്ന് സെക്കൻഡ് ലെവലിനെ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ടച്ചിങ് സംഭവിക്കുന്നില്ല. നമുക്ക് ഒരുപോലെ വന്നാലേ ഇതിനെ ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ടച്ചിങ് ഇല്ല എങ്കിലും നമുക്കൊന്ന് കരുതാമെങ്കിലും, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അപ്പം 3 ഒരുപോലെ നിഫ്റ്റിയിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ 3 ഒരുപോലെ വന്നിട്ടുണ്ട്. സോ അവിടെ ഒരു കൺഫർമേഷൻ, മൂന്നാമത്തെ ക്യാൻഡിൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുമായിരുന്നു അടുത്ത ഒരു PE ട്രേഡ് സംഭവിക്കാൻ പോകുന്നത്. തൊട്ട് 4ാമത്തെ ക്യാൻഡിൽ നമുക്ക് PE എൻട്രി കൊടുക്കാം. ഓക്കെ, തൊട്ട് ഈ 4ാമത്തെ ക്യാൻഡിൽ തൊട്ട് നമുക്ക് PE എൻട്രി കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഒരു PE റണ്ണിങ് കാണുന്നുണ്ട്, പക്ഷേ എന്നാലും ചിലപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലെ കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്നിട്ട് നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ടത് നോക്കുകയുള്ളൂ. അപ്പോൾ 4ാമത്തെ ക്യാൻഡിൽ നമ്മൾ PE ട്രേഡ് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് 4ാമത്തെ ക്യാൻഡിൽ നമുക്ക് PEയിലേക്ക് എൻ്റർ ചെയ്യാം. അത് 3 കൊടുക്കണ്ട. 4ാമത്തെ കണ്ട കറക്റ്റ് ആ 4ാമത്തെ ക്യാൻഡിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ക്യാൻഡിൽ വേണ്ട 15 രൂപയ്ക്കൊക്കെ വാങ്ങിച്ചാൽ തന്നെ നമുക്ക് 28 രൂപ വരെ ഒറ്റ ക്യാൻഡിൽ പോയിട്ടുണ്ട് അല്ലേ. 100% റിട്ടേണുള്ള ഒറ്റ ക്യാൻഡിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വലിയ മൂവ്മെൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഒറ്റ ക്യാൻഡിൽ നമുക്ക് കിട്ടണം. അതായത് ഒരു 15% അല്ലെങ്കിൽ 25% ഒറ്റ ക്യാൻഡിൽ നമുക്ക് കിട്ടണം. 15 to 25% എടുത്തിട്ട് നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. അപ്പോൾ 15-25% ഇടയിൽ നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് കിട്ടാറുണ്ട്. ഇത് ഏകദേശം 90% റിട്ടേൺ ആ ഒറ്റ ക്യാൻഡിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സ്കോർ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒറ്റ ക്യാൻഡിൽ എടുത്തിട്ട് ഇറങ്ങാൻ നോക്കിയേക്കുക. കൂടുതൽ നേരം അതിൽ നോക്കിയിരിക്കുന്നത് നമുക്ക് തന്നെ നമ്മളെ തന്നെ ഒരു ഭ്രാന്തമായ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. ഒറ്റ ക്യാൻഡിൽ തന്നെ മിനിമം പ്രോഫിറ്റ് എടുത്തിട്ട് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ 15-25% ഇടയിലുള്ള പ്രോഫിറ്റിനെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഇറങ്ങണം കേട്ടോ. നമുക്കറിയാം നമ്മുടെ ഓൺലൈൻ സ്ട്രാറ്റജി പ്രകാരം 100ഉം 500% ഒക്കെ റിട്ടേൺ കിട്ടും. പക്ഷേ എല്ലാ ദിവസവും കിട്ടില്ല. എല്ലാ ദിവസവും കിട്ടുന്നത് 15-25 ഇടയിലുള്ള പ്രോഫിറ്റാണ്. അപ്പോൾ നമ്മൾ അതിനെ തന്നെ എടുത്തിട്ട് എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടതേ ഇല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ആ ഒരു ഓപ്പർച്യൂണിറ്റി. കാരണം ഇന്ന് ഞാൻ ട്രേഡ് വേണ്ടാന്ന് വെച്ചൊരു ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് അതിനകത്തേക്ക് നോക്കിയിട്ടില്ല. കണ്ടോ, സെൻസെക്സ് ഇതുപോലെ തന്നെ നമ്മളുടെ താഴത്തുനിന്ന് കയറി സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്ത് പോന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ തന്നെയായിരുന്നു. ഇത് കാണാത്തത് കൊണ്ടാണ് ഇത് ഇൻഫോം ചെയ്യാതിരുന്നത് കേട്ടോ, ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ് കേട്ടോ.
അപ്പോൾ എന്തായാലും സ്ട്രൈക്ക് ലെവൽസ് ഉള്ളവർക്ക് അത് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരേപോലെ വരണം, അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോഴും അങ്ങോട്ട് ക്ലിക്കായിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരേപോലെ വന്നാൽ മതി. ഒരേപോലെ ഫസ്റ്റ് ലെവലിൻ്റെ മുകളിൽ സെക്കൻഡ് ലെവലിൻ്റെ മുകളിൽ നിൽക്കുന്നു പി ട്രേഡ്. ഒരേപോലെ കയറിപ്പോയ പി ട്രേഡ് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഫസ്റ്റ് ലെവലിൻ്റെ മുകളിൽ നിൽക്കുന്നു. അപ്പോൾ അടുത്ത പി ട്രേഡും ഇതുപോലെ ഇടിഞ്ഞിടിഞ്ഞ് ഫസ്റ്റ് ലെവലിൻ്റെ മുകളിൽ നിൽക്കുന്നു. അപ്പോൾ സി ട്രേഡ് എന്തായിരിക്കണം ചെയ്യേണ്ടത്? കയറി വന്ന് ഫസ്റ്റ് ലെവലല്ല സെക്കൻഡ് ലെവലാണ് കേട്ടോ, അത് രണ്ടും. സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്ത് നിൽക്കണം. അതായത് സെക്കൻഡ് ലെവലിൽ നിന്ന് ടച്ച് ചെയ്ത് ഇടിയാൻ പോകുന്നു എന്നത് കാണിക്കണം. കണ്ടോ, കറക്റ്റ് അല്ലേ? ഇവിടെ എന്താണ് സി ട്രേഡ്, പി ട്രേഡ് എന്താണോ കാണിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സി ട്രേഡ് കാണിക്കണം. കണ്ടോ, കയറി വന്ന് സെക്കൻഡ് ലെവലിനെ ടച്ച് ചെയ്യുന്നു. അപ്പോൾ താഴേക്ക് റിജക്റ്റ് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് എൻ്റെ റിജക്ഷൻ സംഭവിക്കുക. അപ്പോൾ ഇതിങ്ങനെ കയറി വന്ന് ഇവിടെ ടച്ച് ചെയ്താൽ എന്ത് പറ്റും? ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് റിജക്ഷൻ സംഭവിക്കുക. അല്ലാണ്ട് ഇത് ഇവിടുന്ന് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെയാണ് ടച്ച് ചെയ്തതെങ്കിൽ ഇങ്ങോട്ടാണ് റിജക്ഷൻ സംഭവിക്കുക. അപ്പം സിയും കയറും ബിയും കയറും എന്ന് പറഞ്ഞാൽ നടക്കില്ല. ആ ട്രേഡ് എൻ്റർ ചെയ്യരുത്. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, സി കയറി സെക്കൻഡ് ലെവലിനെ ടച്ച് ചെയ്യുന്നു. സോ റിജക്റ്റ് ചെയ്യും. പി അപ്പോൾ എന്തായിരിക്കണം? ഇറങ്ങി വന്ന് സെക്കൻഡ് ലെവലിനെ ടച്ച് ചെയ്യണം. ഓക്കെ, സോ റിജക്റ്റ് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് റിജക്ഷൻ. അപ്പോൾ അവിടെ നല്ലൊരു എൻട്രി പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ നോക്കിയെടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിൽ വിളിച്ചാൽ കിട്ടില്ല, നിങ്ങൾ മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. സ്ട്രൈക്ക് ലെവൽസ് പെയ്ഡ് ആണ്, അത് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യുക. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.